തെല്ല് കുറ്റബോധമില്ലാതെ മനസ്സ് കല്ലാക്കിയ അമ്മ. മഹാരാഷ്ട്രയിലെ ചിക്കൻ ലോലിപോപ്പ് ചോദിച്ചതിന് 7 വയസ്സുകാരൻ അമ്മ തല്ലിക്കൊന്ന സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഗുരുതര പരിക്കേറ്റിട്ടും കുട്ടിക്ക് ചികിത്സ നൽകാൻ കുടുംബം തയ്യാറായില്ല, പ്രത്യേകിച്ച് അമ്മ. മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു എന്നാണ് ആദ്യം പറഞ്ഞതെന്ന് അയൽവാസി 24-നോട് പറഞ്ഞു. വീട്ടിലെത്തിയ 24 സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് വീട്ടുകാർ കൃത്യമായ ഉത്തരം നൽകാതെ ഉരുണ്ട് കളിക്കുകയാണ്. ചിക്കൻ വിഭവം ചോദിച്ച് വാശി പിടിച്ചതിന് അമ്മ സ്വന്തം മകനെ ചപ്പാത്തി കോല കൊണ്ട് അടിച്ചു കൊന്നുവെന്ന വാർത്തയുടെ അവിശ്വസനീയതയാണ് ഞങ്ങളെ മുംബൈയിൽ നിന്ന് 120 കിലോമീറ്റർ അപ്പുറം പാൽഘർ ജില്ലയിലെ ധൻസറിലേക്ക് എത്തിച്ചത്. കൊലപാതകം നടന്ന വീട്ടിൽ കൊല്ലപ്പെട്ട 7 വയസ്സുകാരന്റെ അമ്മയുടെ സഹോദരിയും അവരുടെ 2 മക്കളുമാണ് ഉള്ളത്. വീടിനകത്ത് നവരാത്രി പൂജയുടെ ചടങ്ങുകൾ നടന്നതിന്റെ ലക്ഷണങ്ങൾ കാണാം. പോലീസിനെ വിവരമറിയിച്ച അയൽവാസി അനിൽ മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ ഞങ്ങളെ കാണിച്ചു. മുഖത്ത് ഗുരുതര പരിക്കുകൾ കാണാം. घर पे आया, देखा मैंने तो बच्चा चद्दर पे नीचे लादी पे सुलाया था. सुलाने के बाद में फिर मैं पूछा क्या हो गया उनको, तो बोलते उसको पीलिया हो गया. मैं बोला पीलिया हो गया तो मेरे को बोलना मांगता था ना. मैं हॉस्पिटल लेके जाता था, किधर दिखा देता. बोलता है इधर उसका हॉस्पिटल नहीं है, इधर दवा नहीं मिलता है, उसका दवा बम्बई में मिलता है. मैं बोला पालघर में ऐसा कोई हॉस्पिटल नहीं है कि उसको दवा मिलेगा बोल के. 10 വയസ്സുള്ള മൂത്ത മകൾക്കും സംഭവ ദിവസം മർദ്ദനമേറ്റിട്ടുണ്ട്. അമ്മ ഭീഷണിപ്പെടുത്തിയതിനാൽ കുട്ടി ആദ്യം പോലീസിനോട് സത്യം പറഞ്ഞിരുന്നില്ല. കുട്ടി സുരക്ഷിതയല്ലാത്തതിനാൽ ദഹാനുവിലെ ആശ്രമത്തിലേക്ക് മാറ്റി. വീടിനകത്ത് ക്രൂരമർദ്ദനം നടന്നത് ശ്രദ്ധിച്ചില്ലെന്ന മട്ടിലായിരുന്നു അമ്മയുടെ സഹോദരിയുടെ പ്രതികരണം. बच्चा ऐसा उल्टा बोलता है तभी हाथ उठाते थे, ऐसा पढ़ाई नहीं करता था तभी ऐसा. इन लोग को स्कूल में नहीं डाला था, सच झूठ नहीं बोलूँगी मैं. हम लोग इधर कैसे परिस्थिति में रहने को आपको तो पता था. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി പല്ലവി റിമാൻഡിലാണ്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.